അതെ മണിപ്ലാന്റ്. ആ അതെ ഏയ് മണിപ്ലാന്റ്. ആ പിന്നെ ആടിന്റെ മുമ്പിൽ കൊണ്ട് തീറ്റ വെച്ച് കൊടുത്ത പിന്നെ ആട് തിന്നൂല്ലേ? അതിന് മണിപ്ലാന്റ് ആണോ എവറസ്റ്റ് കൊടുമുടിയാണോ അതിനറിയാമോ? ആട് തോമയാന്ന് പറഞ്ഞിങ്ങനെ നടക്കാൻ നിനക്ക് നാണം ഉണ്ടോ? ഞാനേ ആടിനെ ചങ്കിനോട് ചേർത്ത് വെക്കുന്ന ആളാണ്. ആടിനെ ചങ്കിനോട് ചേർത്ത് വെക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായോ? ഇപ്പൊ ഇതിനൊരു സമാധാനം താൻ ഉണ്ടാക്കാം. സമാധാനം പറഞ്ഞേ പറ്റൂ. ഈ ചേച്ചിക്ക് എത്ര രൂപ കിട്ടേണ്ടതാണെന്ന് അറിയാവോ? അയ്യോ എന്റെ ദൈവമേ. ടെൻഷൻ അടിക്കില്ല, ടെൻഷൻ അടിക്കില്ല. ഞാനുണ്ട് ഇവിടെ. എടോ 1.5 ലക്ഷം രൂപ ഞാൻ റൊക്കം എണ്ണി കൊടുത്ത് മേടിച്ച മണിപ്ലാന്റ് ആണ്. 2 ലക്ഷം തരേണ്ടതാണ്. ഞാൻ 50 കുറച്ചതാണ്. അത് പാവ അസ്ട്രോളജർ. 1.5 ആയാലും 2 ആയാലും ആടിന്റെ മുമ്പിൽ കൊണ്ട് വെച്ച് കൊടുത്താൽ അത് തിന്നും. അത് തീറ്റയാണെന്ന് അതിന് മണി പ്ലാന്റ് ആണെന്നൊന്നും അതിന് അറിഞ്ഞുകൂടാ. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നഷ്ടപരിഹാരം തന്നേ പറ്റൂ. നഷ്ടപരിഹാരം തന്നേ പറ്റൂ. നമ്മൾ അയൽവക്കാരാണെങ്കിൽ വഴക്കിനും വക്കാണത്തിനും ഒന്നുമില്ലേ? എന്ത് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ചോക്ലേറ്റ് സന്തോഷപൂർവ്വം ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. എടാ നീ എന്തിനാടാ ഇങ്ങനെ ആവശ്യമില്ലാത്ത തീറ്റയൊക്കെ തിന്നണത്? എന്താ പൊന്നെ കേട്ടോ അവന്റെ ഇരിപ്പ് ബാറ്ററിന്ന് വിട്ടുപോയി. എന്നെ മണിപ്ലാന്റിന്റെ അല്ല ആട് തിന്നു. പൈസ താ. ഒരു മിനിറ്റ്. ഞാനിപ്പോ തന്ന ചോക്ലേറ്റ് ഒന്ന് തന്നേക്കൂ. ഞാനിപ്പോ തന്ന ആ ചോക്ലേറ്റ് ഇല്ലേ അത് തന്നേക്കൂ ഇങ്ങോട്ട്. ഞാൻ തിന്നു. തിന്നു. അതെന്തിനാ തിന്നത്? അല്ല ഞാൻ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാലേ ഉള്ളൂ. അതിന് തിന്നാൻ ഞാൻ പറഞ്ഞു. അല്ല കൈ തരുമ്പോ അത് തിന്നാനുള്ള സാധനമല്ലേ, നമ്മൾ തിന്നു പോവില്ല. അത് തന്നെ ഈ ആടും കാണിച്ചു. അതിന്റെ മുമ്പിൽ കൊണ്ട് തീറ്റ വെച്ച് കൊടുത്താൽ അത് തിന്നും. അതിനപ്പുറത്തേക്കൊന്നും ഇത് കാണിച്ചിട്ടില്ല. മനസ്സിലായോ? നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത എന്റെ നേരെ രാവിലെ വഴക്കിന് വരല്ലേ? ന്യായം പറഞ്ഞ് വരുവാണോ? എനിക്ക് പൈസ താടോ.